പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് +1 ഇംഗ്ലീഷ് എക്സാമിനേഷന് 2015 മുതൽ 2020 മാർച്ച് വരെ ചോദിച്ച റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ക്ലാസ്. First of all, we are discussing a question that appeared in 2015. Read the following conversation between Greta and her dad. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു പാരഗ്രാഫ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻവെർട്ടർ കോപ്പുമാരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. Greta looked at the screen. Her dad, who was creating a house for her, asked. അപ്പോൾ അതുവരെ പ്രത്യേകിച്ച് മാറ്റം വരുത്താനൊന്നുമില്ല. റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. Her dad, who was creating a house for her, asked. പിന്നെ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. Without paying attention to him, she inquired. അതിനുശേഷം ഗ്രേറ്റ പറഞ്ഞ കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഡീറ്റെയിൽ ഇൻ ടു ദ ആൻസർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ ഗ്രേറ്റ ലുക്ക് അറ്റ് ദ സ്ക്രീൻ എന്നുള്ളതുണ്ട്. അത് അതേമാതിരി തന്നെ എഴുതി വയ്ക്കാം. പിന്നെ മാറ്റം വരുന്നത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Her dad, who was creating a house for her, asked. അത് അതേപടി തന്നെ എഴുതാം അല്ലേ. പിന്നെ do you want peaches and pears in the house with bowls in a kitchen? ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ടിംഗ് വെബിന് ശേഷം ഇഫ് വെതറോ ചേർക്കും. അപ്പോൾ ആസ്റ്റ്, പിന്നെ ഇഫ്, അതല്ല ഏറ്റവും സേഫ്. വെതറിന് ചിലപ്പോൾ ചിലർക്കെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അബദ്ധത്തിൽ വന്നാലോ അല്ലേ. ഇഫിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് ചേർക്കും. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഗ്രേറ്റയാണ് ആണല്ലോ. സോ ഇഫ് ഗ്രേറ്റ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫ് ഷീ. പിന്നെ ഡു വാണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാണ്ട് എന്ന് തന്നെയാണ്. പ്രസൻറ്റ് ടെൻസിലാണ്. പ്രസൻറ്റ് ടെൻസ് എന്താക്കേണ്ടി വരും? പാസ്റ്റ് ടെൻസ് ആക്കണം. ഇഫ് ഷീ വാണ്ടഡ് പീച്ചസ് ആൻഡ് പെയേഴ്സ് ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ എ കിച്ചൺ. പിന്നെ വേറൊന്നും മാറ്റാനില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടിങ് വൃത്തിയായിട്ട് അറിയാത്തവർ ആ ക്ലാസ് കൂടി കാണുക. നെക്സ്റ്റ്, വിതൗട്ട് പേയിങ് അറ്റൻഷൻ ടു ഹിം ഷീ എൻക്വയർഡ്. വിതൗട്ട് പേയിങ് അറ്റൻഷൻ ടു ഹിം ഷീ എൻക്വയർഡ് എന്നുള്ള അതേപടി എഴുതി വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ എന്നുള്ളതാണ് അല്ലേ. വൈ ആർ യു റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എൻക്വയർഡിന് ശേഷം വൈ എന്നുള്ളത് അതേമാതിരി എഴുതുക. എൻക്വയർഡിന് പകരം ആസ്റ്റ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഷീ ആസ്റ്റ് വൈ. പിന്നെ ആർ യു എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിലാക്കി മാറ്റുമ്പോൾ യു ആർ എന്ന് എഴുതാം. അതിലത്തെ യു എന്നുള്ളത് ആരാണ്? അച്ഛനാണല്ലേ. അതായത് ഹി എന്ന് പറയാം. വൈ ഹി ആർ വേറെ ആയിട്ട് മാറ്റേണ്ടി വരും. പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ആവണം. പക്ഷേ ഹീയുടെ കൂട്ടത്തിൽ വേറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വാസ്. വൈ ഹി വാസ് റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ. He promptly said, because they are yours. They belong to you. So he promptly said that, or he told her that. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബിക്കോസ് വെച്ചിട്ടാണ് ഈ സെൻറ്റൻസ് തുടങ്ങുന്നത്. ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ബിക്കോസ് ദേ ആർ യുവേഴ്സ് എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് നോ, ഇറ്റ് വാസ് ബിക്കോസ്, ഇറ്റ് ഈസ് ബിക്കോസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ബിക്കോസ്. പിന്നെ ദേ ആർ യുവേഴ്സ് എന്നുള്ളത് മാറും. ആർ എന്നുള്ളത് വേറെ ആയിട്ട് മാറും. യോഴ്സ് എന്നുള്ളത് അവളെ ഉദ്ദേശിച്ചാണെന്നുണ്ട് ഹേഴ്സ് എന്നായിട്ട് മാറുന്നത്. ആൻഡ് ദേ ബിലോങ്ഡ് ടു യു. യു എന്നുള്ളത് ഹെയർ ആയിട്ട് മാറേണ്ടി വരും അല്ലേ. ബിലോങ് എന്നുള്ളത് ബിലോങ് ടു ആയി. പിന്നെ ഗ്രേറ്റ ദെൻ സെഡ് enthusiastically പുട്ട് പീച്ചസ് എവരിവെയർ. ഒരു കമാൻഡ് പോലെയാണ്. പുട്ട് പീച്ചസ് വെർബാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടു കൂടി ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. വെർബിൻ്റെ തൊട്ട് പുറകെ ടു ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേറ്റ ദെൻ ആസ്ഡ് ഹിം enthusiastically. ടോൾഡ് ഹിം enthusiastically കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ടു ചേർക്കണേ കൊണ്ട് ഏറ്റവും നല്ലത് ആസ്ക്ഡ് എന്ന് ചേർക്കണം അല്ലേ. ഗ്രേറ്റ ദെൻ ആസ്ഡ് ഹിം enthusiastically ടു പുട്ട് പീച്ചസ് എവരിവെയർ. ഇനി 2016 ഇതുപോലെ ഒരു കോൺവെർസേഷൻ ഗുപ്തയും വെയിറ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതിനെ റിപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഗുപ്ത ചോദിക്കുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഡു യു നോ ദ ഗേൾ അല്ലേ. വെയിറ്റേഴ്സ് പറയുന്ന നെഗറ്റീവ് രീതിയിലുള്ള, ഇപ്പോൾ യെസ് നോ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഗുപ്ത, അവിടെയും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കാണാം. വെയിറ്റേഴ്സ് ഒരു നെഗറ്റീവ് റിമാർക്ക്, ഐ നെവർ സേ ഹെർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കി നോക്കാം. ഗുപ്ത, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗുപ്ത ആസ്ക് ദ വെയിറ്റേഴ്സ്. പിന്നെ ഡു യു നോ എന്നുള്ളത് എന്തായിട്ട് മാറേണ്ടി വരും? വെയിറ്റേഴ്സിനെയാണ് യു എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇഫ് ഷീ. ഡു നോ എന്ന് പറയുമ്പോൾ നോ തന്നെയാണ്. പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആക്കണം. നോയുടെ പാസ്റ്റ് ടെൻസ് ന്യൂ. ഇഫ് ഷീ ന്യൂ ദ ഗേൾ ഹു വാസ് ING നമ്മൾ ഹാഡ് ബീൻ ING ആക്കിയിട്ട് മാറ്റാറുണ്ട് അല്ലേ. ഹു ഹാഡ് ബീൻ സിറ്റിംഗ് ഓവർ ദർ. വാസ് ING എഴുതിയാലും മാർക്ക് കിട്ടും. വെയിറ്റേഴ്സ് റിപ്ലൈഡ് ദാറ്റ്. അവിടെ ആ ആൻസർ ഒരു പ്രത്യേക രീതിയിലാണല്ലേ. നോ
നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ. നോ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, വെയിട്രസ് റിപ്ലൈഡ് ദാറ്റ്. അവിടെ നോ എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് ഐ മാറ്റി ഷീ ആക്കുക. ഡു നോട്ട് എന്നുള്ളത് ഡിഡ് നോട്ട് ആക്കുക. ഷീ ഡിഡ് നോട്ട് നോ ഹെർ. പിന്നെ ടു സ്പീക്ക് ഓഫ് എന്നുള്ളത് അതേപോലെ തന്നെ എഴുതി. പിന്നെ ഐ ഹാവ് എന്നുള്ളതായിട്ട് മാറേണ്ടി വരും. ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. ഹാവ് എന്നുള്ളത് ഹാഡ് ആയിട്ട് മാറും. നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച്. അവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയെയാണ്, അല്ലേ, ഭക്ഷണം കഴിക്കാൻ വന്ന മാഗിയെയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ദ ഗേൾ എന്ന് എഴുതാം, കാരണം ദ ഗേൾ എന്നാണല്ലോ തുടക്കത്തിലുള്ള ചോദ്യത്തിൽ ഗുപ്ത ചോദിക്കുന്നത്. ഡു യു നോ ദാറ്റ് ഗേൾ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ദ ഗേളിന് എഴുതാം, അല്ലെങ്കിൽ ഷീ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നോട്ടീസ് ദാറ്റ് ദ ഗേൾ ഹാസ് ലഞ്ച് എന്നുള്ളതായിട്ട് മാറേണ്ടി വരും. ഹാഡ് ലഞ്ച്, അല്ലേ. ഹിയർ എന്നുള്ളത് ദെയർ ഓൺ സാറ്റർഡേയ്സ്. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതൊന്നും നെഗറ്റീവ് ആയതുകൊണ്ട് മറ്റൊരു രീതിയിലും കൂടി എഴുതാം. നമ്മൾ സാധാരണ പറയാറ് എങ്ങനെയാണ്, റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് എന്നുള്ളതാണ്. നോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് മടിക്കാറില്ല, റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ്. അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്ന സമയത്ത് ഐ ഡു നോട്ട് നോ ഹെർ എന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. വെയിറ്റേഴ്സ് റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് ആൻഡ് ആഡഡ് ദാറ്റ്. പിന്നെ ബാക്കി സെൻറ്റൻസിലുള്ളത് നമ്മളങ്ങോട്ട് എഴുതി. ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ് എന്നുള്ളത് ഷീ ഹാഡ് നോട്ടീസ്ഡ് ദ ഗേൾ ഹാഡ് ലഞ്ച് ദെയർ ഓൺ സാറ്റർഡേയ്സ്, അല്ലേ. ഇപ്പോൾ ഗുപ്തയുടെ അടുത്ത ചോദ്യം, ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? ഗുപ്ത ആസ്ഡ്, അല്ലെങ്കിൽ ഗുപ്ത വാണ്ടഡ് ടു നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പിന്നെ ഷീ കം എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആക്കുക ഷീ കെയിം ഓൺ എനി അതർ ഡേ. ദ വെയിട്രസ് റിപ്ലൈഡ് ദാറ്റ് ഷീ നെവർ സീ ഹെർ എന്നുള്ളത് സോ ഹെർ ഓൺ അതർ ഡേയ്സ്. അടുത്ത 2017 ജൂലൈയിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് തന്നെ ഉള്ള 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഷോൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഹി ആസ്ഡ്. ഇഫ് പിന്നെ ഷോൾ ഐ എന്നുള്ളത് എന്തായിട്ട് മാറേണ്ടി വരും? ഐക്ക് പകരം ഹീ തന്നെയാണ്, അല്ലേ. ഹീ ആണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഹീ തന്നെയാണ്. ഹീ. പിന്നെ ഷോളിൻ്റെ പാസ്റ്റ് ടെൻസ് ഷുഡാണ്. ഇഫ് ഹീ ഷുഡ് കോൾ യു എന്നുള്ളത് ആ പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കോൾ ഹെർ മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാറ്റം കണ്ടിട്ടുണ്ടാവും. വെദർ ഹീ ഷുഡ്, അപ്പോൾ അതായത് ഹീ ഷുഡ് കോൾ ഹെയർ എന്ന് പറയുമ്പോൾ അയാൾ നിർബന്ധമായിട്ടും അവളെ വിളിക്കണം എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ അയാൾക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഷുഡ് മാറ്റിയിട്ട് നമ്മൾ കുഡാക്കിയിട്ടുണ്ട്. ഇഫ് ഹീ കുഡ് കോൾ ഹെർ മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്. പിന്നെ അടുത്തത് ഷീ ലാഫ്ഡ് എന്നുള്ളതാണല്ലേ. ഷീ ലാഫ്ഡ് ആൻഡ് റിപ്ലൈഡ് ദാറ്റ് ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ് എന്നാണ്. എന്തായിട്ട് മാറേണ്ടി വരും? ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറേണ്ടി വരും. ആം വാസ് ആയിട്ട് മാറേണ്ടി വരും. ഷീ വാസ് നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. ആൻഡ് യു മേ കോൾ മീ. യു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുപ്തയാണ്, അതുകൊണ്ട് ഹീ എന്ന് പറയാം. മേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് മൈറ്റാണ്. ഹീ മൈറ്റ്. കോൾ മീ, കോൾ ഹെയർ ആയിട്ട് മാറേണ്ടി വരും. വാട്ട് യു ലൈക്ഡ് എന്തായിട്ട് മാറും? ഹീ ലൈക്ഡ്. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. ഷീ വാസ് യൂഷ്വലി കോൾഡ് മാഗി. 2017 മാർച്ചിൽ ചോദിച്ചത്, യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെന്റിൽമാൻ സെറ്റ് അലിയുഖിൻ കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹോൾ. സോ കമ്മിങ് ആഫ്റ്റർ ഇൻ ടു ദ ഹോൾ അലിയോക്കിൻ സെറ്റ് ദാറ്റ് യു കനോട്ട്. അവരെ ഉദ്ദേശിച്ചാണ്, നമ്മുടെ അലിയോക്കിൻ്റെ ഫ്രണ്ട്സിനെ ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് ദേ എന്ന് പറയാം. ദേ കനോട്ട് എന്നുള്ളത് കുഡ് നോട്ട് ആക്കേണ്ടി വരും, പാസ്റ്റ് ടെൻസ് ആക്കണ്ടേ. ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം എന്നുള്ളത് ഹി വാസ്. ടു സീ യു എന്നുള്ളത് ദം ആക്കിയിട്ട് മാറ്റേണ്ടാവും, അല്ലേ. പിന്നെ ജെന്റിൽമാൻ ഒഴിവാക്കി, കാരണം ഡയറക്റ്റ് സ്പീച്ചിലല്ലേ അഭിസംബോധനയുടെ പ്രശ്നമൊക്കെ ഉള്ളൂ. പിന്നെ ഹീ സെറ്റ് ടു ദ മെയ്ഡ്. ഹീ സെറ്റ് ടു ദ മെയ്ഡ് എന്ന് പറയാം. സെറ്റ് ടു അല്ലെങ്കിൽ ടോൾഡ് ഉപയോഗിക്കാം. ഇവിടെ ഗീവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്, അതായത് വെർബ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് ടു ഗീവിൻ്റെ മുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം, അല്ലേ. വെർബ് ആദ്യം വരുമ്പോൾ ടു ചേർത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ആസ്ക്ഡ് എന്ന് ഉപയോഗിക്കാനുള്ള സ്കോപ്പ് കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഹീ ആസ്ക്ഡ് ഹിസ് മെയ്ഡ്. മെയ്ഡിൻ്റെ പേരും പറയുന്നുണ്ട്, പെലഗ്വായ. ടു ഗീവ് ഹിസ് ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. ദെൻ വാക്കിംഗ് ടു ദ ബാത്തിങ് ഷെഡ് ഹി ആസ്ക്ഡ്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വുഡിൻ ടു ലൈക്ക്. യു എന്നുള്ളത് ദേ ആയിട്ട് മാറും. ഇഫ് ദേ വുഡിൻ ലൈക്ക് ടു കം. കം എന്നുള്ളത് നമ്മൾ സാധാരണ ഗോ ആക്കിയിട്ട് മാറ്റാറുണ്ട്. വെദർ ദേ വുഡിൻ ലൈക്ക് ടു ഗോ ടു ദ ബാത്തിങ് ഷെഡ്. 2018 ഒരു ഇൻ്റർവ്യൂ ആദ്യം ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിലത്തെ ഡോക്ടർ കെ ശിവൻ, ISROയുടെ ചെയർമാനായിട്ടുള്ള ശിവൻ സാറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ISROയുടെ ചെയർമാൻ പറയുന്ന കാര്യമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഡോക്ടർ കെ ശിവൻ സെഡ് ദാറ്റ് ISRO's എയിം ഈസ് എന്നുള്ളത് എയിം വാസ് എന്നാക്കിയിട്ട് മാറ്റിയാൽ മതി. ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് മാറ്റാനൊന്നുമില്ല, അല്ലേ. ദ ഓർഗനൈസേഷൻ ഫോക്കസ് ഓൺ എന്നുള്ളത് ഫോക്കസ്ഡ് ഓൺ എന്നാക്കി മാറ്റിയാൽ വേറെ ഒരു കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല.
അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ 3 മാർക്ക് കിട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. പ്രസൻറ്റ് ടെൻസ് ഉള്ള രണ്ടെണ്ണം പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മാത്രം മതിയായിരുന്നു. അടുത്ത പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും അങ്ങനെയായിരുന്നു അല്ലേ. മാഗി, ഫ്രാങ്ക് ഈസ് ബെറീഡ് അറ്റ് ഫോൺ മൺറോ നിയർ ഡെറാഗാസി ഖാൻ. മിസ്റ്റർ ഗുപ്ത, when I go to that part of the country, I shall visit your brother's grave and write to you. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഓക്കെ, ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് സ്വയം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഉത്തരം അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് പരിശ്രമിച്ചതിന് ശേഷം ഉത്തരത്തിലേക്ക് നോക്കൂ. മാഗി പറയുന്നു ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺറോ നിയർ ഡെറാഗാസി ഖാൻ. മാഗി സെഡ് ദാറ്റ് ഫ്രാങ്ക് ഈസ് ബറീഡ് എന്നുള്ളത് വാസ് ബറീഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അറ്റ് ഫോർട്ട് മൺറോ നിയർ ഡെറാഗാസി ഖാൻ. പിന്നെ പ്രത്യേകിച്ച് ചില മാറ്റം വരുത്താനൊന്നുമില്ല അല്ലേ. പിന്നെ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ് വെൻ ഹി ഗോ ടു ദാറ്റ് പ്ലേസ്. ഗോ എന്നുള്ളത് നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് എന്തായിട്ട് മാറണം? പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആണോ? വെൻ്റ് എന്നായിട്ട് മാറണം. ഇപ്പോൾ വേറൊരു കണ്ടീഷനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. ഇനി അങ്ങോട്ട് പോണ സമയത്ത്, അതായത് ഫ്യൂച്ചറിൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ടെൻസ് എഴുതിയാലും കുഴപ്പമില്ല. അതേ ടെൻസ് മാറ്റം വരുത്താതെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. വെൻ ഹി ഗോസ് ടു ദാറ്റ് പാർട്ട്. അപ്പോൾ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല, പാസ്റ്റ് ടെൻസ് എഴുതിയാലും മതി. പിന്നെ ഐ ഷോൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ ഷോൾ, ഞാൻ തീർച്ചയായിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹീ ഷുഡ്, അവൻ ചെയ്യണമെന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഷുഡിനെക്കാട്ടിലും ഏറ്റവും നല്ലത് വുഡ് ഉപയോഗിക്കലാണ്. ഷുഡ് എഴുതിയുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നല്ല, മാർക്ക് കിട്ടും കേട്ടോ. വുഡ് എഴുതാണ് ഏറ്റവും നല്ലത്. ഹീ വുഡ് വിസിറ്റ് യുവർ ബ്രദേഴ്സ് എന്നുള്ളത് ഹെയർ ബ്രദേഴ്സ് ആയിട്ട് മാറണം. ഗ്രേവ് ടു ആൻഡ് റൈറ്റ് ടു ഹെയർ, റൈറ്റ് ടു യു എന്നുള്ളത് ഹെയർ ആയിട്ട് മാറണം. നെക്സ്റ്റ്, വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ആസ്ഡ്. ഇഫ് ഇറ്റ് വിൽ ബി ട്രബിൾസം എന്നുള്ളത് എന്തായിട്ട് മാറും? കാരണം വില്ലിറ്റ് എന്നുള്ളത് നമ്മൾ ഇറ്റ് വിൽ നിന്ന് ആക്കി മാറ്റുക, പിന്നെ വില്ലിനെ വുഡ് ആക്കുക. അപ്പോൾ ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ യു. യു എന്നുള്ളത് ഹിം ആയിട്ട് മാറും അല്ലേ. പിന്നെ മിസ്സിസ് ഗുപ്ത നോ, അവിടെയും കാണാം ഒരു നെഗറ്റീവ്, നോ എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് മറക്കരുത്. ആൻഡ് ആഡഡ് ദാറ്റ് ഡെറാഗാസി ഖാൻ ഈസ് എന്നുള്ളത് വാസായിട്ട് മാറ്റി. പിന്നെ മൈ പ്ലേസ് എന്നുള്ളത് ഹിസ് പ്ലേസ് ആക്കി. അത്രയേ ഉള്ളൂ അല്ലേ. അടുത്ത 2000 ചോദിച്ച ഒരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ടു നോ ഹൗ ഗുപ്ത വുഡ് റിപ്പോർട്ട് ഹിസ് കോൺവെർസേഷൻ വിത്ത് മാഗി. ഗുപ്ത ചോദിക്കുന്നു വാട്ട് ഈസ് ഇറ്റ് മാഗി. ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു അത് അല്ലേ. ഗുപ്ത ആസ്ഡ് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ ഐ ആസ്ഡ് മാഗി. ഇവിടെ നിങ്ങൾക്കൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് തുടങ്ങേണ്ട വാക്ക് റിപ്പോർട്ടിംഗ് വെർബ് എന്താകണം എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഗുപ്ത ആസ്ഡ് എന്നല്ല ഉള്ളത്, ഐ ആസ്ഡ് മാഗി എന്നാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ മാഗി റിപ്ലൈഡ് എന്നും കാണാം. അപ്പോൾ ഗുപ്ത ആസ്ക്ഡ് എന്ന് വെച്ചിട്ടല്ല ഉത്തരം എഴുതി തുടങ്ങേണ്ടത്, ഐ ആസ്ക്ഡ് വെച്ചിട്ടാണ്. സോ ഐ ആസ്ഡ് മാഗി. പിന്നെ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് വാട്ട് ഇറ്റ് വാസ് എന്നാക്കിയിട്ട് എഴുതുക അല്ലേ. ഈസ് ഇറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എന്നാക്കിയാൽ മതി, ഈസിനെ വാസ് ആക്കിയാൽ മതി. മാഗി റിപ്ലൈഡ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്, അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ അതിനേക്കാട്ടിലും നല്ലത് എങ്ങനെ എഴുതലാണ്? റിക്വസ്റ്റഡ് എന്നോ ആസ്ക്ഡ് എന്നോ അല്ലെങ്കിൽ ടോൾഡ് എന്നൊക്കെ എഴുതലാണ്. മാഗി ടോൾഡ് മീ അല്ലെങ്കിൽ മാഗി റിക്വസ്റ്റഡ് മീ, മാഗി ആസ്ക്ഡ് മീ. ആസ്ക്ഡ് എവിടെ എഴുതാൻ പറ്റുമല്ലോ, കാരണം എന്താ വെച്ചാൽ കം ഇൻ ടു ദ സിറ്റിംഗ് റൂം തുടങ്ങുന്നത് ഒരു വെർബ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടു ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല മാറ്റം വരുത്താനില്ല. സോ മാഗി ടോൾഡ് മീ ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു എന്നുള്ളത് ഷീ വുഡ് ടെൽ മീ എന്നാക്കിയിട്ട് മാറണം അല്ലേ. വേറെ എവിടെ മാറ്റാനില്ല. ഐ എന്നുള്ളത് മാഗിയാണ്, അതുകൊണ്ട് ഷീ എന്നുള്ളതാണ്. വില്ലിനെ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വുഡാവും, വുഡിന് ശേഷം V1 തന്നെയാണ് വരിക. ടെല്ല് പാസ്റ്റ് ടെൻസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വുഡ് പ്ലസ് V1 ആണ്. അപ്പോൾ വുഡ് ടെൽ. യു എന്നുള്ളത് എന്നോടാണ് അല്ലേ, കാരണം ഞാനാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്നോടാണ് മാഗി റിപ്ലൈ ചെയ്യുന്നത്. സോ ഷീ വുഡ് ടെൽ മീ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ +1 ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.